വലിയൊരു ആവശ്യകതയാണ്. അതായത് നമ്മുടെ രാജ്യത്തിലെ ചെറുപ്പക്കാരുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണിത്. കാരണം എല്ലാ ആധികാരികതയും എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് പരീക്ഷകളുടെ. ഇപ്പോൾ നീറ്റ് എക്സാമിൽ ചേരണമെന്ന് സംസ്ഥാനങ്ങളെ ആകെ നിർബന്ധിച്ചിരുന്നു ഇവർ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ് നീറ്റ് എക്സാം അഡോപ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. ഞാനന്ന് കേന്ദ്രത്തെ അറിയിച്ചത് ഞങ്ങൾക്ക് കേരളത്തിൽ കീം എക്സാം ഉണ്ട്, കേരളത്തിൻ്റെതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ. അത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നൊരു എക്സാമാണ്. ഈ നീറ്റിൽ എല്ലാവരും ചേർന്നാൽ അത് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുമോ, അതിന് വിശ്വാസ്യത ഉണ്ടാവുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഏറ്റവും അക്കൗണ്ടബിളായിട്ടാണ് അത് നടത്തുക എന്ന് പറഞ്ഞു. 2016 അവർ പറഞ്ഞിട്ട് ഞങ്ങൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിനിടയ്ക്ക് കോടതിയിലൊരു കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കും കുറച്ച് സാവകാശം കിട്ടി. ഞങ്ങൾ കീമുമായിട്ട് തന്നെ മുന്നോട്ട് പോയി. പക്ഷേ 2019 കോടതിയിൽ നിന്ന് ഇവരൊരു വിധി സമ്പാദിച്ചു, സെൻട്രലൈസ്ഡ് ആയിട്ട് എക്സാമിനേഷൻ എല്ലാം നടത്തണം എന്ന് വന്നപ്പോൾ ഞങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വന്നു. ഞങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ കീം നിലനിർത്തിയിട്ടുണ്ട്, പക്ഷേ മെഡിക്കൽ മേഖലയിൽ അനുവദിക്കില്ല എന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം ഞങ്ങൾക്ക് നീറ്റിൽ ചേരേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. ആദ്യത്തെ 2-3 കൊല്ലമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് നടന്നു. പക്ഷേ ഞങ്ങൾ ഭയന്നത് തന്നെ സംഭവിച്ചു. ഇവിടെ നിന്ന് എക്സാമിനേഷൻ കുട്ടികളുടെ ഭാവി ഒരു കച്ചവടമാക്കി മാറ്റുകയാണ് ചെയ്തത്. പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നത് ഉന്നതരുടെ അറിവില്ലാതെയല്ല. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഈ സമരരംഗത്തിറങ്ങുന്ന പരാതിയുമായിട്ട് ചെന്ന ഇന്ത്യയിലെ യുവത്വത്തെ അഭിസംബോധന ചെയ്തത് കോക്രോച്ചസ് ആണെന്നാണ്, പാരസൈറ്റ്സ് ആണെന്നാണ്, പരാന്നജീവികളാണ് എന്നുള്ളതാണ്. ആരാണ് ഇന്ത്യയെ നാളെ കെട്ടിപ്പടുക്കേണ്ടത്? ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യൂത്തും ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി പൊരിവെയിലത്തിറങ്ങി പോരാട്ടം നടത്തിയവരാണ്. ചിലപ്പോൾ ക്ലാസ്സുകൾ, മഹാത്മാഗാന്ധിയുടെ അടക്കം ആഹ്വാനം ഉണ്ടായിരുന്നു, ക്ലാസ്സുകൾ ബഹിഷ്കരിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുക്കാൻ. അങ്ങനെ പങ്കെടുത്തവരുടെ പിന്മുറക്കാരാണ് ഇതാ എൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നത്. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ, അപ്പുറത്ത് CJPയുടെ പ്രവർത്തകരായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള യുവാക്കളും വിദ്യാർത്ഥികളും. അവരെയാണ് പരമോന്നത നീതിന്യായ പീഠം അധിക്ഷേപിച്ചത്. അത് ഇന്ത്യ മുഴുവൻ കേട്ടതാണ്. ആ മനപ്രയാസത്തിൽ നിന്നാണ്. എന്നാൽ ആ അധിക്ഷേപത്തെ ഞങ്ങൾ ശിരസാ വഹിക്കുന്നു. ആ പേര് വെച്ച് തന്നെ ഞങ്ങൾ ഇന്ത്യയിലെ യുവാക്കളോട് അഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ്, അവരോട് പറയാൻ പോവുകയാണ്. അങ്ങനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ അവരൊരു പാർട്ടി ഉണ്ടാക്കി സമരത്തിന് ആഹ്വാനം ചെയ്തത്. വലിയ പിന്തുണയാണ് എല്ലാ മേഖലയിൽ നിന്നും. പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SFI അതിനെ പിന്തുണക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ ഭാഗമായിട്ട് ആദ്യം സമരം തുടങ്ങിയത് SFI ആണ്. എന്നാൽ SFI ആകുമ്പോൾ ആ സംഘടനയുടെ ഒരു ബാനറുണ്ട്, മറ്റുള്ള ധാരാളം ആളുകൾ അതിനകത്ത് അണിനിരന്നു വരില്ല. എന്നാൽ ഒരു പുതിയ പ്രസ്ഥാനം ജൻസിയുടെ ഇടയിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള പേരിൽ അഭിജിത്ത് ദീപ്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് വന്നപ്പോൾ അതിന് വലിയ സ്വീകാര്യത ഇന്ത്യയിലാകെ കിട്ടി. വൻകിട മാധ്യമങ്ങളൊക്കെ അതിനെ തമസ്കരിക്കാൻ തീരുമാനിച്ചു. വലിയ മാർച്ച് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടും അത് കണ്ടമട്ട് ചില മാധ്യമങ്ങൾ നടത്തിയില്ല. നമ്മുടെ മലയാളം മീഡിയയിലൊക്കെ കുറേ വന്നു, പക്ഷേ ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ നാഷണലുമായിട്ടുള്ള മറ്റ് മീഡിയകളിൽ അവരത് കൊടുത്തില്ല. പക്ഷേ നിങ്ങളൊന്നും കൊടുക്കേണ്ടില്ല, ഈ സമരം ശക്തി പ്രാപിക്കുകയാണ്. ഇത് നമ്മുടെ ഭരണഘടനയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ്. ഞാൻ ഈ അവസരത്തിൽ ഒരുപാട് വിശദീകരിക്കുന്നില്ല. എന്താണ് ഡെമോക്രസി? പരിപൂർണ അവസര സമത്വമാണ്. എന്താണ് സെക്കുലറിസം? എല്ലാ ജാതി മതസ്ഥരും ഒരേപോലെ ഇന്ത്യൻ പൗരന്മാരാണ്. എന്താണ് സോവേണിറ്റി? നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരമാണ്. സോഷ്യലിസം എന്താണ്? എല്ലാവർക്കുമുള്ള ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആക്കിയിട്ട് മാറ്റലാണ്. ഇതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് മതവർഗീയത പ്രചരിപ്പിച്ച് ജാതീയമായി വിഘടിപ്പിച്ച് അവരെ മതപരമായി കൂട്ടിച്ചേർത്ത് കടുത്ത വർഗീയതയിലേക്ക് പോകുന്നതിൻ്റെ ഒപ്പം എല്ലാം കച്ചവടം ചെയ്യുന്നു. ഇവിടെ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ, സാമ്രാജ്യത്വ ഏജൻറ്റുമാരുണ്ടാക്കിയ നിയമാവലികളുണ്ടല്ലോ, അവരുടെ വട്ടമേശ ചർച്ചയുടെ ഭാഗമായി എങ്ങനെ മനുഷ്യരെ ചൂഷണം ചെയ്യണം, അതാണല്ലോ ഉറുഗ്വേ വട്ടം ചർച്ചകളും ഘാട്ട് കരാറും ഒക്കെ. അതിൻ്റെ ഭാഗമായി പിന്നീട് വന്നൊരു കരാറുണ്ട്, ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ കച്ചവടം നടക്കുന്നു. അതിൻ്റെയും വിശദാംശത്തിലേക്ക് പോകേണ്ടതില്ല. നമുക്കറിയാം എന്തിന് നമ്മുടെ ഭക്ഷ്യവിതരണം പോലും അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുകയാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൗണുകൾ ഇതാ കൊടുക്കാൻ പോകുന്നു അദാനി ലീപ്പിന്. എവിടെ എത്തി നിൽക്കുകയാണ് ഈ രാജ്യം? അതുകൊണ്ട് ആളുകളെ പട്ടിണിക്കാരായി മാറ്റുന്ന
വരുന്ന തലമുറയെ ഒന്നുമില്ലാത്ത നിരാശരാക്കിയിട്ട് മാറ്റുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ആ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ എൻ്റെ എല്ലാ തരത്തിലുള്ള ഞങ്ങളുടെ സംഘടനയുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ ഈ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ്. എല്ലാവരും ഈ സമരത്തിൽ അണിനിരക്കണം. നമ്മുടെ ഭാവിയെ കച്ചവടം ചെയ്യാനുള്ള ഈ അവസ്ഥ ഒഴിവാക്കി കിട്ടണം എന്നാണ് പറയാനുള്ളത്.